ഹായ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ചെറായിൽ നിന്നാണ് വരുന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് PGക്ക് പോകാമെന്നായിരുന്നു പ്ലാനെങ്കിലും പിന്നീട് അത് മാറ്റേണ്ടി വന്നു. എന്ന് വെച്ചാൽ PG കഴിഞ്ഞിട്ടും വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കേണ്ടി വരുമെന്ന് അന്നേരത്തെ ആലോചിച്ച് തുടങ്ങി. ദെൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിയുന്നത്. ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് പിന്നീട് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിക്കുന്നത്. അങ്ങനെ ഓൺലൈൻ അതിലൊക്കെയാണ് ആദ്യം അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെടുക്കും എന്നുള്ളതായിരുന്നു ഡൗട്ട്. പിന്നെ ഇവിടെ പഠിച്ചിരുന്ന ഒരാളായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആളാണ് സിഗ്മ സജസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ചോദിച്ചവരെല്ലാവരും സിഗ്മയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്തത്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും നല്ലത് ഇതായിരുന്നു എന്നായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ എല്ലായിരിക്കും. പഠിപ്പിക്കാനായാലും നമുക്കിപ്പോൾ പ്രിൻ്റഡ് നോട്ട്സ് ആണെങ്കിലും എല്ലാം പക്ക നന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നേരിട്ട് വന്നാണ് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് നമുക്ക് അനാറ്റമി സെക്ഷൻ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയിരുന്നു. പക്ഷേ എന്നാലും സയൻസ് അല്ലാത്തവർക്കും അത് ഭയങ്കര നന്നായിട്ട് എങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്നുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അവർ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ ഡൗട്ട് വയ്ക്കാൻ വേണമെങ്കിൽ ഇരിക്കാമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പിന്നീട് വന്നത് ICD CPT ഒക്കെ ആയിരുന്നു. അതിലേക്ക് കടന്നപ്പോൾ ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിക്കോസ് ഫുൾ ഓഫ് കോഡാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മിസ്സാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് തന്നെയുള്ള ആ ഒരു മോഡ് നമുക്ക് എടുത്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് അതെല്ലാ കാര്യങ്ങളും പക്കായിട്ട് പറഞ്ഞു തരായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ക്ലാസ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. 3 മാസമായിരുന്നു ക്ലാസ്. ദെൻ അത് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ വന്നിരുന്നത്. അതായത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഓൺലൈൻ ആയിരുന്നു. ബട്ട് എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. എങ്ങനെയാണ് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്നു ഡൗട്ട്. പക്ഷേ ഓൺലൈൻ ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഓക്കെ ആയി. ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആയാലും എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും മോക്ക് ടെസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് ഹാഫ് ഡേ വരുന്നത് മോക്ക് ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലിയറിംഗ് ടെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ നമുക്ക് എന്താണോ ഡൗട്ട് അതങ്ങോട്ട് എഴുതി വെക്കുക. അങ്ങനെ സാറ് ഇപ്പോൾ നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. ആ ഒരു ഡൗട്ട് സെക്ഷൻ കഴിഞ്ഞ് അതെല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടേ ആ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചിരുന്നുള്ളൂ. അങ്ങനെ മോക്ക് 20 ഡേയ്സ് നന്നായിട്ട് തന്നെ പോയി. അത് നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ പോയത്. ദെൻ വെരി നെക്സ്റ്റ് ഡേ തന്നെ എക്സാമിന് ഡേറ്റ് കൊടുത്തിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് റിസൾട്ട് വന്നപ്പോഴേക്കും എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പോയി. അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ച് ഇൻഫർമേഷനൊക്കെ കൊടുത്തിരുന്നു ഇങ്ങനെ പോയ കാര്യം. ദെൻ ആ ഒരിടയ്ക്കായിരുന്നു നമുക്ക് ഗ്രൂപ്പിൽ പ്ലേസ്മെൻറ്റിൻ്റെ മെസ്സേജസ് ഒക്കെ വന്നിരുന്നത്. എക്സാം പാസ്സായി അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ദെൻ ഇവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സൊക്കെ തന്നിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഉറപ്പായി നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ ഡ്രസ്സിങ് സ്റ്റൈൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, എത്ര മണിക്ക് അവിടെ എത്തണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻഫർമേഷനൊക്കെ കിട്ടി. വളരെ നന്നായിരുന്നു. ദെൻ എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ആൻഡ് അത് തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്നിട്ട് മെയിൽ വന്നിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് സിഗ്മയിൽ പഠിച്ചു എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മെഡിക്കൽ കോഡിങ് പഠിക്കണം എന്നുള്ള ഒരു ഇത് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും സിഗ്മനെ തന്നെ സജസ്റ്റ് ചെയ്യും.